നമസ്കാരം പ്രിയ സഹകാരികളെ. ഇന്ന് ജൂലൈ 6, 2024 ആണ്ട്. ഇന്ന് ലോകം മുഴുവൻ സഹകരണ ദിന ആയിട്ട് ആഘോഷിക്കുകയാണ്. ആ വേളയിൽ ദി കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ എന്ന യൂട്യൂബ് ചാനൽ ആരംഭിക്കാനായിട്ട് സാധിച്ചതിൽ അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ലോകത്തിൻ്റെ വളർച്ചയിൽ മനുഷ്യരാശിയെ സഹകരണത്തിലൂടെ വളർത്തിയെടുക്കുന്നതിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പങ്ക് വളരെ നിസ്തുലമാണ്. 1995 ഐക്യരാഷ്ട്ര സംഘടന ഔദ്യോഗികമായിട്ട് ജൂലൈ മാസം ആദ്യ ശനിയാഴ്ച അന്താരാഷ്ട്ര സഹകരണ ദിനമായിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. 1993 തന്നെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അന്താരാഷ്ട്ര സഹകരണ ദിനം ആഘോഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് പ്രധാനമായിട്ട് നമുക്ക് ഓർക്കാൻ സാധിക്കുന്നത് റോബർട്ട് ഓവനെയാണ്. എല്ലാവരും ഓരോരുത്തർക്കും എന്ന വലിയൊരു സാഹോദര്യത്തിൻ്റെ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവായ റോബർട്ട് ഓവൻ ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസസ് എന്ന തിയറിയിലാണ് പലപ്പോഴും വിശ്വസിച്ചിരുന്നത്. മനുഷ്യൻ ഇപ്പോഴും ഒരു സാഹചര്യങ്ങളുടെ സന്തതിയാണ് എന്നാണ് റോബർട്ട് ഓവൻ പറയുന്നത്. ഓരോ വ്യക്തികളും അങ്ങനെ ആയിത്തീരുന്നതിൽ, കള്ളനായി, മോശക്കാരനായി, പ്രശ്നക്കാരനായിട്ടൊക്കെ മാറുന്നതിൽ അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് പ്രധാന പങ്കുണ്ട് എന്ന് കണ്ടെത്തി മനുഷ്യൻ്റെ ചുറ്റുപാടുകളെ നവീകരിക്കാനും പരസ്പര സാഹോദര്യത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനും നിരന്തരം പരിശ്രമിച്ച, അത് ലോകം മുഴുവൻ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച റോബർട്ട് ഓവനെ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. ഞാൻ ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഔദ്യോഗികമായ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തുടരാൻ സാധിച്ചതിലും അതിനു മുന്നേ ഒരു മെമ്പർ എന്ന നിലയിൽ, സഹകാരി എന്ന നിലയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചതിലൊക്കെ വലിയ ആനന്ദം കൊള്ളുന്ന ഒരു ദിവസമാണെന്ന്. ഇത് സഹകരണ പ്രസ്ഥാനങ്ങൾ സകലരുടെയും മികച്ച ഭാവിക്ക് എന്ന ആപ്തവാക്യമാണ് ഇപ്രാവശ്യം ഇൻ്റർനാഷണൽ കോർപ്പറേറ്റ് അലയൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകത ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ ഉൾപേജുകൾ മറയ്ക്കുമ്പോൾ, അവരുടെ വിവാഹമോ അവരുടെ വീട്ടിലെ സന്നിഗ്ധമായ ഘട്ടങ്ങളിൽ ഏതൊരു സാധാരണക്കാരനും തൻ്റെ വീട്ടിൽ പോയി ചോദിക്കാവുന്ന പോലെ പണമെടുക്കുകയും പണം നിക്ഷേപിക്കാനും സാധിക്കുന്ന ഒരു വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് ഈ സഹകരണം. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ലിബറലൈസേഷൻ, ഇക്വാലിറ്റി, അതുപോലെ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, ഈ ഒരു മുന്നേറ്റത്തിൽ സാഹോദര്യം എന്ന ഫ്രട്ടേണിറ്റിയെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു മേഖലയാണ് സഹകരണ പ്രസ്ഥാനം. ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച എല്ലാ കാലത്തും മനുഷ്യരാശിയുടെ പുരോഗതിക്ക് നിസ്തുലമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ജനങ്ങൾ, മനുഷ്യരാശി ഇന്ന് സഹകരണ ദിനമായിട്ട് കൊണ്ടാടുകയാണല്ലോ. ഈ നിമിഷങ്ങളിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായതിനാൽ അതിൽ ആനന്ദിക്കുകയും സഹകരണ പ്രസ്ഥാനത്തിലൂടെ വലിയൊരു ഭാവി മനുഷ്യരാശിക്ക് ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ലോക അന്താരാഷ്ട്ര ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.